ഹലോ. അപ്പോൾ ഇന്ന് രാവിലെ നെറ്റ് വരുമ്പോഴുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതെല്ലാം. കാരണം രാവിലെ കിച്ചണിലോട്ട് കയറാൻ മുന്നേ ഞാൻ ഡോറ് തുറക്കും. കാരണം എനിക്ക് നല്ല കാറ്റുണ്ടാവും, എങ്കിലും ഡോറ് തുറന്നിട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പം ഡോറ് തുറക്കുമ്പോൾ എപ്പോഴും കാണുന്ന കാഴ്ച കിട്ടു ഇവിടെ വന്നിങ്ങനെ നിൽക്കും. ഇവിടെ നിൽക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടൂസിന് ഫുള്ളായിട്ട് അവിടെ തന്നെ നിൽക്കാനുള്ള അവകാശമേ ഉള്ളൂ, അതായത് അനുവാദമേ ഉള്ളൂ. അകത്തോട്ട് പ്രവേശനമില്ല. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നാശമാക്കിക്കളയും. എൻ്റെ ബീൻ ബാഗും ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, പാവയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അവൻ മാന്തൂലേ, അതുകൊണ്ട് ഞാൻ അതിനെ കയറ്റാറില്ല അകത്തോട്ട് കയറിയില്ല കേട്ടോ. ഭയങ്കര അനുസരണയാണ്. അകത്തോട്ട് കയറരുതെന്ന് പറഞ്ഞാൽ കയറത്തില്ല. എവിടെ നിന്ന് ഇങ്ങനെ അനുസരണ കിട്ടിയെന്ന് അറിയാമുള്ള. സാധാരണ ഞാൻ വളർത്തുന്ന ഒന്നിനും അനുസരണയില്ല എന്നെപ്പോലെ തന്നെ. പക്ഷേ ഇതെന്താണെന്നറിയില്ല, ഭയങ്കര അനുസരണയാണ്. പിന്നെ ഇത്രയും പ്രായമായിട്ട് മീൻസ് അതിന് 1 വയസ്സെങ്കിലും കാണുമായിരിക്കണം, കുറച്ച് വലുതല്ലേ. അതുകൊണ്ട് ഭയങ്കര അനുസരണക്കാരനാണ് കേട്ടോ. അകത്തോട്ട് കയറത്തേ ഇല്ല. അപ്പോൾ ഇനി അവന് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ച് വെക്കണം എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത്. ഇപ്പോൾ ചിക്കൻ ഫ്രൈഡേയൊക്കെ മണം വന്നിട്ട് പുള്ളിക്ക് സഹിക്കാൻ പാടില്ലാണ്ടാണ് പുള്ളി ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരുന്നത്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ കറിയൊക്കെ നമുക്ക് നോക്കാവേ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോൺലെസ് പീസ് ഞാൻ ചുമ്മാ ഫ്രൈ ചെയ്ത് വെച്ചതാട്ടാ. കുഴപ്പമില്ല, കാരണം മസാലയൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ നല്ല രുചിയൊക്കെ ഉണ്ട്. വലിയ ഡീപ്പായിട്ടുള്ള ഫ്രൈ ഒന്നുമല്ല. ഇത് പിന്നെ മുട്ട വറുത്തത്. ഈ മുട്ട വറുത്തത് കുറച്ച് സ്പെഷ്യലാണ്, കാരണം കാന്താരിയും അതുപോലെ ചെറിയുള്ളിയും ചതച്ചിട്ടിട്ട് അതിൻ്റെ കൂടെ വേപ്പിലയും ചതച്ചിട്ടിട്ട് നമ്മുടെ മുരിങ്ങയിലയില്ലേ അത് ആഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച്. അപ്പോൾ ചൂടോടെ കഴിക്കാൻ ആക്ച്വലി നല്ല ടേസ്റ്റാണ്. പക്ഷേ തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചിട്ടില്ല, കാരണം മുട്ട വറുത്ത് തണുത്ത് കഴിയുമ്പോൾ വേറൊരു രുചിയല്ലേ. അപ്പോൾ എനിക്കറിയില്ല തണുത്ത് കഴിഞ്ഞ് എങ്ങനെയാണെന്ന്. കാരണം മുരിങ്ങയില ഇട്ടത് കൊണ്ടാണ്. ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇത് അയിലയാണ് കേട്ടോ. അയില കുഞ്ഞ അയിലയാണ്, ഒത്തിരി വലുതല്ല. അത് തലേന്ന് ഉണ്ടാക്കി വെച്ച കറിയാണ്. തലേന്ന് അങ്ങനെ മീൻ പറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം നല്ല ടേസ്റ്റായിട്ട് കഴിക്കാമല്ലോ. അങ്ങനെ ഞാൻ തലേന്ന് ഉണ്ടാക്കിയത് മുളക് ചാറ് വെച്ചതാട്ടോ, തേങ്ങാപ്പാലൊന്നുമില്ല. പിന്നെ ശംഖുവിന് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ വേറൊരു കറിപ്പാത്രത്തിലാക്കി സെറ്റ് ചെയ്തു. കാരണം അവൻ കറിപ്പാത്രം കൊണ്ടുപോയാൽ തിരിച്ചു കൊണ്ടുവരും. കണ്ണൻ അങ്ങനെയല്ല, കണ്ണൻ കൊണ്ടുപോയാൽ ഒന്ന് കൊണ്ടുപോയാൽ ഏതെങ്കിലും ഒന്നും ഉണ്ടാവില്ല. 2 കൊണ്ടുപോയാൽ ചിലപ്പം ഒരു സാധനം ഇല്ലാതെ വരും. അത് വല്ലാത്തൊരവസ്ഥയാണ്. അപ്പം എൻ്റെ ഒരു നല്ല പാത്രം കൊണ്ടേ കളയുകയും ചെയ്തു. അതിൽ പിന്നെ ഞാൻ ഒട്ടും അങ്ങനെ ചാറ് കറിയാണെങ്കിൽ പോലും ഞാൻ കറിപ്പാത്രത്തിൽ കൊടുത്ത് വിടണ പ്രശ്നമില്ല. കാരണം പാത്രങ്ങൾ കളഞ്ഞ് ഇങ്ങോട്ട് പോരും, അതാ കാര്യം. പിന്നെ ഇവൻ്റെ കരച്ചിൽ സഹിക്കാൻ വന്നപ്പോഴത്തേക്കും ഞാൻ ഇവർക്കെല്ലാം ചോറെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് കുറച്ച് മീൻചാറും അതുപോലെ ചോറും കൂടി കുഴച്ച് ഇതിച്ചിരി കുറച്ച് കൂടുതൽ ചോറ് എടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഇവനങ്ങ് കഴിച്ച് ഇവൻ്റെ ആവശ്യത്തിന് വയറ് നിറച്ച് കഴിച്ചോട്ടെ എന്ന് കരുതി. പിന്നെ അതുമല്ല, കഴിച്ചങ്ങ് മാറി കഴിയുമ്പോൾ കുറച്ച് കാക്കയും കുറച്ച് മാടത്തെയൊക്കെ വരും. എന്നാൽ പിന്നെ അവരും കൂടി കഴിച്ചോട്ടെ, വെറുതെ ഇനിയും ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ കുറച്ചധികം ചോറെടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളോ ഒക്കെ കടയിൽ പോകുമ്പോൾ കുറച്ച് ബിസ്ക്കറ്റൊക്കെ വാങ്ങി വെക്കണം. അപ്പോൾ കുട്ടൂസിന് കഴിക്കാനാകുമല്ലോ. പെട്ടെന്ന് തന്നെ ചോറ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടല്ലോ. ചില ദിവസങ്ങളിൽ പച്ചക്കറി ആണെങ്കിലേ അതാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.